മന്ത്രി എം.പി. രാജേഷ് മാപ്രകൾ തന്നോട് കാട്ടിയ പിതൃശൂന്യതയെ സംബന്ധിച്ച് ഒരു ചോദ്യം അങ്ങോട്ട് ചോദിച്ചു. പ്രസക്തമാണ്. ഇത് വാർത്തയാക്കാതിരുന്നത് എന്തുകൊണ്ടാണ് വാർത്തയാക്കാതിരുന്നത്? കേട്ടല്ലേ? എന്തേ ചോദിച്ചില്ല? അത് തന്നെയാണ് ഞങ്ങൾക്കും ചോദിക്കാനുള്ളത്. വാളയാർ കേസുമായി ബന്ധപ്പെട്ട് മന്ത്രിയുടെ പേരിൽ ഇല്ലാ കഥകൾ ചർച്ചയായും മുഖപ്രസംഗമായും വാർത്തയായും പ്രചരിപ്പിച്ചവർ, അതിൻ്റെ സത്യാവസ്ഥയെ സംബന്ധിച്ച് CBI റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ആ വാർത്ത വിദഗ്ധമായി മുക്കി കൊടുത്തതായൊന്ന് വരുത്തി എസ്കേപ്പ് അടിച്ചു. ഇന്നലകളിൽ ചെയ്യാത്തൊരു തെറ്റിൻ്റെ പേരിൽ തന്നെ വേട്ടയാടിയ സംഭവത്തെ മുൻനിർത്തിക്കൊണ്ടാണ് അദ്ദേഹം ചോദ്യം ചോദിച്ചത്. വാളയാറിലേത് പിഴച്ച തള്ളയാണെന്ന CBI റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ അത് വിദഗ്ധമായിട്ട് മുക്കി അതിനുശേഷം അണ്ണാക്കിൽ പഴം തിരികിയതുപോലെ ആ വിഷയത്തെക്കുറിച്ച് വേട്ടയാടപ്പെട്ടവർ നിരപരാധികളാണെന്ന് പോലും പറയാതെ ആ വിഷയവുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടിങ്ങിൽ വെള്ളം കലക്കിയതിനെ സംബന്ധിച്ച് അദ്ദേഹം ഇന്ന് കാര്യമായിട്ട് കയറിയൊന്ന് മേഞ്ഞു. വാളയാർ കേസുമായി ബന്ധപ്പെട്ട് CBI കുറ്റപത്രം പുറത്തു വന്നതിന് ശേഷം അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ ഇതിനെ സംബന്ധിച്ച് വിശദീകരിച്ചൊരു പോസ്റ്റ് ഇട്ടു. എന്നിട്ടും വാർത്തയായില്ല. ആകെ ഒരു ചാനൽ കൊടുത്തു എന്ന് അദ്ദേഹത്തെ വിളിച്ചറിയിച്ചു എന്ന് പറയുന്നു. പക്ഷേ കണ്ടതുമില്ല. എന്നാൽ ഇന്നലകളിൽ ഇരയെ മുൻനിർത്തിക്കൊണ്ട് ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ നീചമായി വേട്ടയാടിയവർ ആ വിഷയത്തിൻ്റെ വസ്തുത പുറത്തേക്ക് വരുമ്പോൾ മൗനം പാലിക്കുകയും അതിലേക്ക് തിരിഞ്ഞു നോക്കാതെയും ആ വസ്തുത ജനങ്ങളിലേക്ക് എത്തിക്കാതെ വിദഗ്ധമായി ഒളിപ്പിക്കുകയും ചെയ്ത രീതിയെ സംബന്ധിച്ചാണ് ഇന്ന് അദ്ദേഹം തുറന്നടിച്ചത്. പത്രം എഴുതിയതായിട്ട് കണ്ടു. CPM അനുകൂല നഴ്സിംഗ് സംഘടനയുടെ എന്നൊക്കെ പറഞ്ഞ് അവർക്കൊരു അവാർഡ് വേണമെങ്കിൽ കൊടുക്കേണ്ടതാണ്. കാരണം എങ്ങനെയാണ് വളച്ചു കെട്ടിയിട്ട് CPM എന്നും കൂടി അതിനകത്ത് കൊണ്ടുവരാൻ ശ്രമിക്കുക എന്നുള്ളത്. അതെ, പ്രതിപക്ഷ നേതാവിനോട് ഒരു കാര്യം പ്രതിപക്ഷ നേതാവിനോടും കേരളത്തിലെ മാധ്യമങ്ങളോടും ചോദിച്ചിരുന്നു. ഇതുവരെ മിണ്ടിയിട്ടില്ല. നിങ്ങളെല്ലാം കൂടി ഉന്നയിക്കാത്ത ആരോപണങ്ങൾ വല്ലതും ഉണ്ടോ? ആരോപണങ്ങൾക്ക് ഒന്ന് പഴയതൊന്ന് ഓർമ്മിപ്പിച്ചാൽ മതി. ഒരു അമ്മയെ കൊണ്ട് നടന്നിരുന്നല്ലോ നിങ്ങളെല്ലാവരും കൂടി. ഏതാനും കൊല്ലം കൊണ്ട് നടന്നില്ലേ ഒരു അമ്മ, വാളയാറമ്മ ഇല്ലേ? എന്തായിരുന്നു ആരോപണം? നീതിക്ക് വേണ്ടിയിട്ടുള്ള കേരളത്തിലെ സമരങ്ങളുടെ മുഴുവൻ മാതൃസ്വരൂപമായിട്ടല്ലേ വാളയാറമ്മയെ അവതരിപ്പിച്ചത്? ഈ പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷവും കൂടിയല്ലേ കേരളം മുഴുവൻ കൊണ്ടു നടന്നത്? ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ കൊണ്ടു നടന്നത്. മുഖ്യമന്ത്രിക്കെതിരായിട്ട് മത്സരിപ്പിച്ചില്ലേ? പ്രതിപക്ഷവും മാധ്യമങ്ങളും കൂടി തലമൊട്ടയടിപ്പിച്ചൊരു സ്ത്രീയല്ലേ അവര്? നീതിയുടെ പ്രതീകമാക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം നാടകങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. ഞാനതിൻ്റെ ഇരയാണല്ലോ. തൃത്താലയിൽ കൊണ്ടുവന്നിട്ട് നിരവധി യോഗങ്ങളിലാണ് പ്രസംഗിപ്പിച്ചത്. ഇപ്പോ CBI ഒരു കുറ്റപത്രം സമർപ്പിച്ചു. എന്താ കുറ്റപത്രത്തിലെ വെളിപ്പെടുത്തലുകൾ? നാട്ടുകാരറിയണ്ടേ ആ കാര്യം? ഒരൊറ്റ പത്രം, ഹിന്ദു അല്ലാതെ മറ്റേതെങ്കിലും ഒരു മാധ്യമം അതൊരു അർഹിക്കുന്ന ഗൗരവത്തിലോ പ്രാധാന്യത്തിലോ റിപ്പോർട്ട് ചെയ്തോ? പിന്നെ ഒരു ടെലിവിഷൻ ചാനലും റിപ്പോർട്ട് ചെയ്തതായിട്ട് ഞാൻ ഇക്കാര്യം പറഞ്ഞപ്പോൾ എന്നെ അറിയിക്കുകയുണ്ടായി. ന്യൂസ് മലയാളം ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നവർ അറിയിക്കുകയുണ്ടായി. ഞാൻ കണ്ടിട്ടില്ല, അവരറിയിക്കുകയുണ്ടായി. മറ്റാർക്കെങ്കിലും അത് പറയാൻ പറ്റും. ചിലപ്പോൾ പേരിനൊരു വാർത്ത കൊടുത്തു കാണും കേട്ടോ, പേരിന് കൊടുത്തു കാണും. പക്ഷെ അങ്ങനെ ആയിരുന്നില്ലല്ലോ മറ്റത്. ഈ വാളയാർ അമ്മയെ മുൻനിർത്തി 2 വർഷത്തോളം നീണ്ട ആക്രമണമല്ലേ ഇടതുപക്ഷത്തിനും മുഖ്യമന്ത്രിക്കും ഒക്കെ എതിരായിട്ട് നടത്തിയത്? പ്രൈം ടൈമിൽ എത്ര ചർച്ച നടത്തി? എത്ര മുഖപ്രസംഗങ്ങൾ എഴുതി? എത്ര ഒന്നാം പേജ് വാർത്തകൾ വന്നു? എത്ര പേര് ഇരുന്ന് ചർച്ച ചെയ്തിട്ടുണ്ട്? അവർക്കെല്ലാം എന്തൊരു പ്രോത്സാഹനമാണ് നിങ്ങളൊക്കെ കൊടുത്തത്? എന്നിട്ട് സ്തോഭജനകമായൊരു വാർത്തയല്ലേ ഇപ്പൊ CBIയുടെ കുറ്റപത്രം അല്ലേ? CBIയുടെ സൂചനകൾ വാർത്തയാക്കുന്നവരാണ് നിങ്ങളൊക്കെ. ED, CBI ഒക്കെ ഒരു സൂചന കൊടുത്താൽ അതിനെ മുൻനിർത്തി വാർത്തയാക്കുന്നവരാണ്. എന്തേ ഇത് വാർത്തയാക്കാതിരുന്നത്? എന്തുകൊണ്ടാണ് വാർത്തയാക്കാതിരുന്നത്? അപ്പൊ CPMനെ ഏത് കാര്യത്തിലും എങ്ങനെയെങ്കിലും വളഞ്ഞു മൂക്ക് പിടിക്കുന്നത് പോലെ കൊണ്ടെത്തിക്കാൻ ശ്രമിച്ച ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഞാൻ ഏറ്റവും ഒടുവിലത്തെ ഒരു എപ്പിസോഡ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഒരുപാട് അനുഭവങ്ങളുണ്ട്. അത് കഴിഞ്ഞാലോ കയ്യോടെ പിടിക്കപ്പെട്ടാൽ പിന്നെ ഒരു അക്ഷരമുണ്ടില്ല. പരിപൂർണ നിശബ്ദതയാണ്. ഒന്നടങ്കം നിശബ്ദരായി പോയല്ലോ മാധ്യമങ്ങൾ. അപ്പം നിങ്ങൾ ഓരോ കാലത്തും ഞങ്ങൾക്കെതിരെ ഓരോ കാര്യങ്ങൾ കെട്ടിപ്പൊക്കിക്കൊണ്ടുവരും. പൊളിഞ്ഞാലോ ഒരു കൂസലുമില്ല. പിന്നെ അടുത്തത് അന്വേഷിച്ച് നടക്കുകയും പറയൂ. അതുപോലെ ഒന്നാണ്.
ഞാനതിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, അവരെ വിധിക്കാൻ ഞാൻ ആളല്ല, കോടതി വിധിക്കട്ടെ. പോസ്റ്റ് ഒന്നുകിൽ ശരിയായി വായിച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ വായിച്ചാലും പിന്നെ കുറേ ദിവസത്തിന് ശേഷം കണ്ടെത്തിയ ഒരു കാര്യം എന്ന നിലയ്ക്കാണ് ഇപ്പോൾ എതിരായിട്ട് പറയാൻ. വിധിക്കേണ്ടത് കോടതിയാണ്, ഞാൻ വിധിച്ചിട്ടില്ല. പക്ഷെ CBI പറഞ്ഞ കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. ഞാനൊരു കാര്യം തിരിച്ചു ചോദിക്കട്ടെ. മാധ്യമങ്ങൾ CPM-ന്റെയും ഇടതുപക്ഷത്തിന്റെയും നേതാക്കളെ കുറിച്ച് പറഞ്ഞതെല്ലാം കോടതി വിധിച്ച ശേഷമായിരുന്നു ആണോ? ED-യും CBI-യും കുറ്റപത്രമായിട്ട് കൊടുത്തതല്ലെന്നേ, അവർ ചോർത്തി കൊടുത്തത് മുഴുവൻ വെച്ചിട്ട് എത്ര കാലം വേട്ടയാടിയിട്ടുണ്ട് ഇല്ലേ? വൃത്തങ്ങൾ, ഏത് വൃത്തം? CBI വൃത്തം, ED വൃത്തം ഇല്ലേ? പിന്നെ സൂചനയും വൃത്തവും വെച്ചിട്ട് മാസങ്ങൾ ഞങ്ങളെ വേട്ടയാടിയിട്ടുള്ളവരല്ലേ, മാസങ്ങൾ. അപ്പോഴാണ് CBI സമർപ്പിച്ചൊരു കുറ്റപത്രത്തെ മുൻനിർത്തി ചില കാര്യങ്ങൾ പറഞ്ഞത്. പറയാൻ അവകാശമുണ്ട്, അത്രയും ഞങ്ങളൊക്കെ അനുഭവിച്ചവരാ. അതുകൊണ്ടാണ് പറഞ്ഞത്. ബാക്കി വിധി കോടതി പറയട്ടെ. ശരി, ഇതൊന്നും പറയാൻ ഉദ്ദേശിച്ച് വന്നതല്ല. പിന്നെ നിങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഇപ്പൊ മാധ്യമ വിമർശനം നടത്തുന്നു എന്നൊരു, മാധ്യമ പ്രവർത്തകർക്ക് എപ്പോഴും ക്ലാസ് എടുക്കുന്നു എന്നൊരു പരാതി ഉള്ളതായിട്ട് ശ്രദ്ധയിലുണ്ട്. ക്ലാസ് എടുക്കാനൊന്നും ഞാൻ ആളല്ല, പക്ഷേ ഞങ്ങളോട് ചെയ്തിട്ടുള്ള അന്യായങ്ങൾ പറയേണ്ടി വരും, അത് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കേണ്ടി വരും. അത് നിങ്ങൾക്ക് ക്ലാസ് എടുക്കലോ അതിനുള്ള പാണ്ഡിത്യം ഉണ്ടോ എന്നൊന്നും ഉള്ള അഹങ്കാരമൊന്നും എനിക്കില്ല. അതുകൊണ്ടുമല്ല, ക്ലാസ് എടുക്കലേ അല്ല, നേരിടുന്ന അന്യായത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുക മാത്രമാണ്. അതുകൂടി ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു.